മാന്യ സദസ്സിന് നമസ്കാരം. എൻ്റെ പേര് ജയൻ നെട്ടയ. അന്തരിച്ചുപോയ ശ്രീ രവി കെ പാപ്പാട് രചിച്ച ഈ എളിയ 15 മിനിറ്റുള്ള രോഗം എന്ന നാടകം ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു. ഇതിൽ 5 കഥാപാത്രങ്ങളാണ്. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇത് കൈകാര്യം ചെയ്യുകയാണ്. ഈ നാടകം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാടകം ആരംഭിക്കുന്നു. ഇതാ കണ്ടില്ലേ, മൃതപ്രായരായി മൃഗങ്ങളെപ്പോലെ കിടക്കുന്ന മനുഷ്യരെ കണ്ടില്ലേ? 75-ലേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആര് കാണും? എങ്ങനെ കാണും? മരുന്ന് ചെയ്താൽ ഫലിക്കാത്ത അന്ധതയല്ലേ എല്ലാവർക്കും? ജനങ്ങൾക്ക് രോഗം. നാം എന്ത് ചെയ്യും? നാളിതുവരെ ഔഷധങ്ങളെല്ലാം ഇവർക്ക് ജലതുല്യം. അതറിഞ്ഞില്ലേ? അറിഞ്ഞാലെന്ത്, അറിഞ്ഞില്ലെങ്കിൽ എന്ത്? മരിക്കാൻ പോണവന് മനുസ്മൃതി വായിക്കണം. സുഖഭർത്തത്വത്തിന് വിലങ്ങുതടിയായി നിലക്കുന്ന അനേകം രോഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നിങ്ങൾക്കോ? എന്ത് ചെയ്യും? പാടുപെട്ട് അമ്മയും അച്ഛനും മക്കളെ പഠിപ്പിച്ച് വിദ്യാഭ്യാസം നേടി പല രീതിയിലും ആക്കി അവരെ ജീവിതം നല്ല രീതിയിലാക്കാമെന്ന് വിചാരിച്ചാൽ ഈ നാട്ടിൽ നടക്കത്തില്ല. അതിൻ്റെ കഥയാണ് രോഗം. രോഗം എവിടെ നിന്ന് വന്നു, എവിടെ നിന്ന് ഉത്ഭവിച്ചു കാണാം. ആര് പൂരവും കാണാം. രോഗികളെ നമുക്ക് ക്ഷണിക്കാം. അയ്യോ, ചൊറിയുന്നു, എന്റെ തല ചൊറിയുന്നു. തല പറിച്ചെടുത്ത് ദൂരത്തെറിയാൻ തോന്നുന്നു. ബിരുദം നേടി പുറത്തിറങ്ങിയതാ തൊട്ടേ ചൊറിയുന്നു. രക്ഷിക്കണേ, നിങ്ങളും കൂടി ഒന്ന് ചൊറിഞ്ഞു തരണേ. കരച്ച് ഇക്കാലം അത്രയും ചൊറിഞ്ഞ് പാടുപെട്ട് പഠിച്ച് വിദ്യാഭ്യാസം നേടി ഒരു ഗതിയുമില്ലാതെ ഞാൻ അലയുന്നു. ഓടി വരണേ, എന്നെ രക്ഷിക്കണേ. വൈദ്യ, എന്നെ രക്ഷിക്കണേ. കരഞ്ഞു കണ്ണുനീർ വറ്റാറായി. കരച്ചിലടക്കാൻ കഴിയുന്നില്ല വൈദ്യ. ഇക്കാലം അത്രയും കരഞ്ഞു കളഞ്ഞ കണ്ണുനീരുണ്ടായിരുന്നെങ്കിൽ ഒരു കൊച്ചു കുളമുണ്ടാക്കാമായിരുന്നു. ജന്മപാപം, എനിക്ക് ഈ ഗതി വന്നല്ലോ. കണ്ണു തുറന്നാൽ കരയുന്നു, കണ്ണുനീർ പുഴ ഒഴുകുന്നു. വൈദ്യ, ഇതിന് മരുന്നില്ലേ? ലഹരി പദാർത്ഥങ്ങൾ കഴിച്ച് അമ്മയും പെങ്ങന്മാരെയും കുടുംബക്കാരെയും അയൽവക്കക്കാരെയും വെറുത്ത് ഞാൻ ഈ ഗതിയിലായി. ഈ മയക്കുമരുന്നിന് അടിമയായ എന്നെ രക്ഷിക്കാൻ ഓടി വരൂ വൈദ്യ. എനിക്ക് അടങ്ങാൻ പറ്റുന്നില്ല. എന്നെ രക്ഷിക്കൂ വൈദ്യ. എനിക്ക് ഒരു നേരം ലഹരിയില്ലാതെ കഴിയാൻ പറ്റുന്നില്ല വൈദ്യ. എങ്ങനെയെങ്കിലും എൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാനും അവരുടെ കാര്യങ്ങൾ നോക്കുവാനും എന്നെ രക്ഷിക്കണേ. ഈ രോഗത്തിന് മരുന്ന് തരണേ വൈദ്യ.
രോഗലക്ഷണങ്ങൾ. ഇനിയും എത്ര എത്ര പേക്കിനാവുകൾ. കരഞ്ഞാൽ ആത്മാവലിയും. ആത്മാവ് അങ്ങനെ ഒന്നുണ്ടോ? നമ്മളെ നേർവഴിക്ക് കൊണ്ടുപോകാൻ പോലും ആ കുന്തമില്ലല്ലോ. നമ്മുടെ വൈദ്യനെ നമുക്ക് ക്ഷമിക്കാം. അവരുടെ രോഗലക്ഷണങ്ങൾ കണ്ടുപിടിക്കട്ടെ. നിങ്ങൾ രോഗികൾ ആണല്ലേ? ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിയുടെ ധാര മൂർച്ഛിക്കുന്നു അല്ലേ? തലയിൽ പലതും പഠിച്ചിരുന്ന് തലയിലെ മാസ്മര ശക്തിയെ കാർന്ന് തിന്നുന്നു. തലച്ചോറിൽ വിദ്യ ഇരുന്ന് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഒരു രോഗമായിട്ട് മാറി അല്ലേ? അതേ വൈദ്യ, ഇതിന് മരുന്നില്ലേ? കരഞ്ഞ് കരഞ്ഞ് ഒരു സ്ഥിരമായിട്ട് മാറി. ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ കണ്ട് കണ്ട് ദുഃഖം സഹിക്കവയാതെ കരഞ്ഞ് കരഞ്ഞ് ഇതൊരു ശീലമായിട്ട് മാറിയല്ലേ? അതെ വൈദ്യ, എനിക്ക് കരച്ചിൽ നടക്കാൻ കഴിയുന്നില്ല. ഈ കാര്യങ്ങൾ കണ്ട് കണ്ട് ഓരോരുത്തരും നടക്കുന്ന കാര്യങ്ങൾ കണ്ട് കണ്ട് എനിക്ക് സഹിക്കുന്നില്ല വൈദ്യ. ഇതിന് മരുന്നില്ലേ? കുടുംബം വേണ്ടാന്ന് പറഞ്ഞ് മദ്യത്തിന് അടിമയായി കൂട്ടിച്ചേർന്ന് എല്ലാം വഴിയാധാരമായി നടക്കുന്നല്ലേ? അതെ 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 അതെ. എനിക്ക് മയക്കുമരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല വൈദ്യ. എന്നെ സഹായിക്കണേ, എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണേ. ലഹരി കഴിച്ച് വയ്യേ വൈദ്യ, ഇതിന് മരുന്നില്ലേ? ഈ രോഗങ്ങൾ പരത്തുന്ന അണുവിനെ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പലരും ശ്രമിക്കുന്നുണ്ട്. മരുന്ന് ഉടനെ കണ്ടുപിടിച്ചു തരാം. വൈദ്യ എന്നെ രക്ഷിക്കണേ, വൈദ്യ എന്നെ രക്ഷിക്കണേ, വൈദ്യ എന്നെ രക്ഷിക്കണേ. മരുന്ന് തേടി ഓട്ടം, നെട്ടോട്ടം, കുറിയോട്ടം, ചാട്ടം തീർന്നില്ല. നമ്മുടെയൊക്കെ രാജാവ് മുഴുരോഹിയായി നടക്കുന്നത് ആ പൂരവും കാണാം. രാജാവിനെ ക്ഷണിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇരിക്കാൻ കസേര വേണ്ടേ? കസേര വന്നാൽ അദ്ദേഹത്തിന് ഒരു മന്ത്രിയും വേണ്ടേ? മന്ത്രി വന്നാൽ അദ്ദേഹത്തിന് ഭടൻ വേണ്ടേ? നിങ്ങളുടെ എല്ലാ പേരുടെയും അനുവാദത്തോടു കൂടി നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജാവിനെ നമുക്ക് ക്ഷണിക്കാം.
തൊഴുതരൂ സിന്ദാബ. മന്ത്രി, നാം കേൾക്കുന്ന ആരവം, അതിന്റെ ഉദ്ദേശം കൊട്ടാരത്തിൽ എന്തെങ്കിലും തൊഴിലിനു വേണ്ടി ദുരാഗ്രഹം നമ്മുടെ കൊട്ടാരത്തിലോ? സ്ഥിതി അവർക്കറിയില്ലേ? കൊട്ടാരത്തിനകത്തായതിനാൽ പുറത്തുള്ള ഉള്ളുവള്ളി അടിയൻ അറിയില്ല. ധിക്കാരങ്ങൾ, പ്രതിഷേധങ്ങൾ ഇവ നമ്മോട് വേണ്ട. പ്രജകൾ നാം പറയുന്നത് അനുസരിച്ചാൽ മതി. അതൊരു അസാധാരണ സംഭവമല്ല. ഭരണം എന്താണെന്ന് പ്രജകൾക്കറിയില്ല, മന്ത്രിക്കും അറിയില്ല എന്നുള്ള മനസ്സിലാക്കുന്നു. അടിയൻ മനസ്സിലാക്കിയവനാണ്. എന്നിട്ടിങ്ങനെ പറയൂ. അടിയന് ഭരിക്കുവാൻ കഴിഞ്ഞില്ല. എളുപ്പം കഴിയുന്ന ഒന്നല്ലടോ ഭരണം. അത് ഭരിച്ചു 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 തന്നെ പഠിക്കേണ്ടതാണ്. അടിയന് പഠിക്കുവാൻ കഴിഞ്ഞല്ലേ? എന്തുകൊണ്ടത് നടന്നില്ല? അടിയൻ പഠിക്കാൻ പോകുന്ന സമയമല്ല, ജോലി ഗാർഡായിരുന്നു. അടിയനിനെ ആ ഒരു പണി മതി. ഒന്നും സംസാരിക്കാതെ തല ഉയർത്തി നിൽക്കാമല്ലോ. മന്ത്രി പറയുന്നത് പുറത്തു നിന്നും ഒരാളെ കൊണ്ടുവരണമെന്നല്ലേ? മന്ത്രിയല്ല, ഗാർഡാണ്. എന്ത്? തർക്കുത്തരങ്ങൾ, പ്രതിഷേധങ്ങൾ നമ്മോട് വേണ്ട. പ്രജകൾ നാം പറയുന്നത് അനുസരിച്ചാൽ മതി. അതൊരു അസാധാരണ സംഭവമല്ല. ഭരണം എന്താണെന്ന് പ്രജകൾക്കറിയില്ല, മന്ത്രിക്കും അറിയില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. അടിയന് ഒരു പരാതിയുണ്ട്. നാം പരാതികൾ കേൾക്കാറില്ല, എല്ലാം ഫയലുകളിൽ മാത്രം. എങ്കിലും പരസ്പരം ബന്ധമില്ലാത്ത രണ്ടു പണികൾ ഒരുമിച്ച് ചെയ്യുവാൻ അടിയന് വിഷമമുള്ള കാര്യമാണ്. നമുക്ക് ഇഷ്ടപ്പെടാത്ത വാക്ക് വീണ്ടും അടിയന്റെ ആരോഗ്യത്തെ മുൻനിർത്തിയെങ്കിലും ഒരാശ്വാസം തരിക. അത് നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതാണ്. മന്ത്രിയുടെ ഇഷ്ടവും ഇഷ്ടക്കേടും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ പിന്നെ മന്ത്രിയും ആവശ്യമില്ല എന്ന് തോന്നുന്നു. മന്ത്രിക്കിപ്പോൾ ജീവൻ ആവശ്യമില്ല എന്ന് തോന്നുന്നു. തർക്കുത്തരങ്ങൾ, പ്രതിഷേധങ്ങൾ ഇവ നമ്മോട് വേണ്ട. പ്രജകൾ നാം പറയുന്നത് അനുസരിച്ചാൽ മതി. അതൊരു അസാധാരണ സംഭവമല്ല. തർക്കുത്തരങ്ങൾ, പ്രതിഷേധങ്ങൾ ഇവ നമ്മോടും വേണ്ട. പ്രജകൾ നാം പറയുന്നത് അനുസരിച്ചാൽ മതി. പുറത്തു നിന്നും ബഹളമുണ്ടാക്കുന്നവരെ പിരിഞ്ഞു പോകാൻ പറയൂ. വെടികുടിച്ച പള്ള വീർത്ത നമ്മുടെ തോക്കുകളെ പറ്റി സൂചിപ്പിക്കൂ. മന്ത്രി, 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 നമുക്കെന്തോ അസുഖം പിടിപെട്ടിരിക്കുന്നു. അത് നമുക്ക് ഇന്നലെ തോന്നി തുടങ്ങിയതാണ്. ശരീരങ്ങളെല്ലാം പൊള്ളുന്നു. ശിരസ് ഉയർന്നുയർന്നു പോകുന്നത് പോലെ തോന്നുന്നു. കസേരയിലിരിക്കൂ പ്രഭു, കസേരയിലിരിക്കൂ. നമ്മുടെ മനസ്സിന്റെ മന്ദസ്മിതം കണ്ട് കണ്ട് മദനം മന്ദസ്മിതം പൊഴിക്കുന്നു. മന്ത്രി, വൈദ്യ, ഓടി വരണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ വൈദ്യ. ഇത്രയും കാലം എന്റെ കസേര പോകാൻ സമയമായെന്ന് തോന്നുന്നു. ഇല്ല, നാം ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഈ കസേര നാം തീർത്തതാണ്. ഇതിലിരിക്കുവാൻ ഉള്ളിടത്തും കാലം ഞാൻ ആരെയും അനുവദിക്കില്ല. എന്റെ സ്വന്തം കസേരയാണ്.
ഞാൻ ആരെയും അനുവദിക്കില്ല, ആരെയും അനുവദിക്കില്ല. എന്റെ കസേര, എന്റെ കസേര ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല. വൈദ്യ എന്നെ രക്ഷിക്കണേ, വൈദ്യ എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇരിക്കൂ പ്രഭു, ഇരിക്കൂ, ഇരിക്കൂ, കസേരയിൽ ഇരിക്കൂ. മന്ത്രി വൈദ്യനെ ഉടൻ വിളിക്കൂ. ഈ വൈദ്യ, വൈദ്യ എന്നെ രക്ഷിക്കണേ, വൈദ്യ. എന്തത്യാഹിതമാണ് സംഭവിച്ചത്? അടിയന് ഇരിക്കുവാൻ കഴിയുന്നില്ല, പ്രഭുവിനും ഇരിക്കാൻ കഴിയുന്നില്ല. പ്രഭുവിന്റെ കാലുകൾ വേരുകളായി മണ്ണിൽ പടർന്നിരിക്കുന്നു. ഇലകളും ചേരുകളുമായി അടിയൻ മാറിയതുപോലെ തോന്നുന്നു. പ്രഭു, പ്രഭുവിനെ രക്ഷിക്കണേ, പ്രഭു ഞങ്ങളെ പ്രഭുവിനെ രക്ഷിക്കണേ വൈദ്യ. ചൊറഞ്ഞ് 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 എനിക്ക് വയ്യേ, ബിരുദ തലയിൽ ചൊറിയുന്നു. വൈദ്യ എന്നെ രക്ഷിക്കണേ. കരഞ്ഞ് കരഞ്ഞ് കണ്ണീർന്ന് പറ്റുന്നു, എനിക്ക് കണ്ണീരടക്കാൻ കഴിയുന്നില്ല. വൈദ്യ എന്നെ രക്ഷിക്കണേ. ഈ രോഗങ്ങൾ പടർത്തുന്ന അണുവിനെ നാം കണ്ടുപിടിച്ച് കഴിഞ്ഞു, കണ്ടുപിടിച്ച് കഴിഞ്ഞു. എവിടെ അണു? എവിടെ അണു? എവിടെ അണു? എവിടെ അണു? എവിടെ? ഇതാ നമ്മുടെ രാജാവ് നമുക്ക് രോഗം സംഭാവന ചെയ്യുന്ന അണുജീവി. ഈ അണുജീവിയാണ് രോഗം പടർത്തുന്നത്. ഉടനെ തന്നെ അതിന് പരിഹാരം കാണുക. Oh,